இந்த பூமி என் சொந்தமல்ல, பரதேசியாய் நான் நடப்பேன். இந்த பூமி என் சொந்தமல்ல, பரதேசியாய் நான் நடப்பேன். என் சுயதேசம் சேரும் வரை நடப்பேன் என் இயேசுவுடன். என் சுயதேசம் சேரும் வரை நடப்பேன் என் இயேசுவுடன். യേശു ക്രിസ്തുവിനോട് കൂടെ നടന്ന ഒരു ഹാനോക്കിനെ പോലെ, ഒരു ഏലിയാവിനെ പോലെ, അതേ സ്തോത്രം സ്തോത്രം, ഒരു നോഹയെ പോലെ ദൈവത്തോട് കൂടെ നിങ്ങൾ നടക്കുകയാണെങ്കിൽ ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് കർത്താവ് നമ്മെ മാറ്റുമ്പോൾ ഓർക്കണം, അത് ഒരു മരണകരമായ, മരണമെന്ന് പറയുന്ന ഘോര അനുഭവമല്ല, മരണത്തിന്റെ ഇരുളല്ല, മരണത്തിന്റെ വേദനയില്ല, മരണത്തിന്റെ കാഠിന്യമല്ല. ഒരു നല്ലൊരു വീട്ടിലേക്ക് നാം യാത്രയാകുകയാണ്. കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു മരണമെന്ന് പറയുന്നത് വേദനാജനകമായ ഒന്നല്ല, അത് ലാഭകരമായ ഒന്നാണെന്നും അത് സ്തോത്രം ദൈവത്തിന് ആമേൻ സന്തോഷം, അല്ലെങ്കിൽ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതായ ഒന്നെന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് മരണം വരുന്നു, ഇത്ര വയസ്സിൽ മരിക്കുന്നു, സുവിശേഷ വേലക്കാർ മരിക്കുന്നു, അങ്ങനെയൊക്കെ മരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അവർ കാത്തിരുന്ന ദേശത്തേക്ക് പോകുന്നു. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല അവൻ സക്കറിയാവിനെ കുറിച്ച് പറയുന്നു, താൻ ശുശ്രൂഷ തികച്ച ശേഷം, തൻ്റെ ശുശ്രൂഷ തികച്ച ശേഷം, തൻ്റെ വേല തീർത്ത ശേഷം വീട്ടിലേക്ക് പോയി. ഈ ലോകത്തിൽ നാം ചെയ്യുന്ന വേലകൾ, കർത്താവിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ തികച്ച ശേഷം നമുക്കൊരു വീടുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു.